DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ച് ഏപ്രിൽ 4 ശനിയാഴ്ച മുതൽ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 4 തീയതി മുതൽ ഏപ്രിൽ 30 തീയതി വരെയും അതോടൊപ്പം തന്നെ മെയ് മാസ റേഷൻ ഏപ്രിൽ 4 തീയതി മുതൽ മെയ് 30 തീയതി വരെയും വാങ്ങാമെന്നായിരുന്നു അറിയിപ്പിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒന്നിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും വിതരണം പാളിയിരിക്കുകയാണ്. റേഷൻ കടകളിലെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ-POS മെഷീനിൽ വിവരങ്ങൾ കൃത്യമാവാത്തതാണ് ഇത്തരത്തിൽ റേഷൻ വിതരണം പാളാൻ കാരണമായിരിക്കുന്നത്. ഹൈദരാബാദിലെ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിനാണ് വിവരങ്ങൾ ക്രമീകരിക്കാനുള്ള ചുമതല. വിതരണം ചെയ്യാനുള്ള പച്ചരി, പുഴുക്കലരി, മട്ട അരി, ഗോതമ്പ്, ആട്ട പാക്കറ്റ് എന്നിവയുടെ അളവ് യന്ത്രത്തിൽ പല സമയത്ത് പലതരത്തിൽ കാണിച്ചത് മൂലം സ്റ്റോക്ക് ഉണ്ടെങ്കിലും സാധനങ്ങൾ വിതരണം നടത്താനാകുന്നില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറഞ്ഞു. ഇത്തരത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഷുവിനൊക്കെ മുമ്പായി ഒന്നിച്ചു വാങ്ങാനിരിക്കുന്ന റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശങ്കയാണ് ഇതുവഴി സൃഷ്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച അവധിക്ക് ശേഷം ഇന്നലെ തിങ്കളാഴ്ച കടകൾ തുറന്നപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നാണ് ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം റേഷൻ ഒന്നിച്ചു നൽകാൻ തീരുമാനമായത്. എന്തായാലും തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റുമെന്ന് സൂചനകളാണ് എത്തുന്നത്. മെയ് മാസത്തെ റേഷൻ ഇപ്പോൾ വാങ്ങിയില്ലെങ്കിലും മെയ് മാസം 30 വരെ അത് വാങ്ങാനുള്ള സമയമുള്ളതിനാൽ ഏപ്രിലിൽ വാങ്ങിയില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന ഭയം വേണ്ട. അതേസമയം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതങ്ങൾ ഒരുമിച്ച് കിട്ടുന്നത് വഴി ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിന് ഏപ്രിൽ മാസം വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് കാർഡിലെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിനു പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പ് കൂടിയും ലഭിക്കുന്നതാണ്. നീലക്കാർഡിന് 2 മാസ വിഹിതമായി കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലും കൂടാതെ അധിക വിഹിതമായി 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് നീലക്കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 2 മാസത്തെ വിഹിതമായി 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. റേഷൻ കടകളിൽ നിന്നല്ലാതെ വിഷു പ്രമാണിച്ച് സപ്ലൈകോയിൽ വിഷു കൈനീട്ടവും വിഷു കിറ്റും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഏപ്രിൽ 1 മുതൽ 14 വരെ ഈസ്റ്റർ വിഷു ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള സപ്ലൈകോയുടെ മറ്റ് വിൽപ്പനശാലകളിലെല്ലാം ഈ ദിവസങ്ങളിൽ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഉണ്ടായിരിക്കും. വിഷു കൈനീട്ടം, 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് എന്നിവയും സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ ബങ്കുകളും LPG ഔട്ട്ലെറ്റുകളും ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിന് വിഷു കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പൺ ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയേതര സാധനങ്ങൾ വാങ്ങുമ്പോൾ റെഡീം ചെയ്യാവുന്നതാണ്. 1250 രൂപയുടെ 16 സാധനങ്ങളാണ് പ്രത്യേക വിഷുക്കണി കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് 1001 രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത്. പഞ്ചസാര, ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി, ശബരി പായസ മിക്സ്, പായസക്കൂട്ട്, മിൽമ നെയ്യ്, ശബരി വെളിച്ചെണ്ണ, ഗോൾഡ് ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പം പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ അടങ്ങിയതാണ് വിഷു കിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.